മാധ്യമങ്ങൾക്ക് സാമൂഹിക വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സമരത്തിൻ്റെ വിജയം. കഴിഞ്ഞ 51 ദിവസമായി ഈ മാലിന്യത്തിനെതിരെ, അതായത് ഈ മാലിന്യം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് ഇവിടുത്തെ ജനപ്രതിനിധികൾ ആരും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, തുടർച്ചയായിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരുന്നിട്ടും ഞങ്ങളാരും അറിഞ്ഞില്ല എന്നൊരു നിലപാടാണ് ഇവിടുത്തെ ഈ പഞ്ചായത്ത് കമ്മിറ്റി, ഇതിൻ്റെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ഈ സമീപ ദിവസങ്ങൾ വരെ എടുത്തിരുന്നത്. പക്ഷേ TDC ചാനൽ ഈ സാമൂഹിക വിപത്ത് കണ്ടെത്തുകയും പൊതുജന പിന്തുണയോടെ കഴിഞ്ഞ 51 ദിവസമായി അത് വിടാതെ പിന്തുടരുക എന്നൊരു വാക്കുകൂടി ഉപയോഗിക്കാം. ഈ ജനപ്രതിനിധികളെ, ജനങ്ങളെ ബോധവൽക്കരിച്ച് സമരമുഖത്തിറക്കി ഇതിനെതിരെ പടനയിക്കുക ചെയ്തത്. ഓരോ ദിവസങ്ങൾ ചെല്ലുന്തോറും ഇതിൻ്റെ ക്രെഡിറ്റ്, അതായത് ഒടുവിൽ ജനകീയ സമ്മർദ്ദം രൂക്ഷമായപ്പോൾ ഇത് വാരി നീക്കുവാൻ പഞ്ചായത്ത് കമ്മിറ്റി നിർബന്ധിതമായി തീരുകയത് അവർക്ക് ഇഷ്ടമായിട്ടാണെന്ന് ഒരു വ്യക്തി എന്ന നിലയിലേക്ക് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അതായത് ഓരോ ദിവസവും ഇതിൻ്റെ ക്രെഡിറ്റ് ഒടുവിൽ വാരി മാറ്റാൻ നിർബന്ധിതമായപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ്, അതായത് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഈ സാമൂഹിക വിപത്ത് ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ, ഈ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ പൊതുജനത്തിനൊപ്പമാണ് എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് ഈ മാധ്യമത്തിനോ ഇതിന് മുമ്പിൽ സമരം നയിച്ച ഉത്തവരായിട്ടുള്ള പൗരബോധമുള്ള ജനങ്ങൾക്കോ വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. കാരണം എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഇത് ഇവിടുന്ന് വാരി മാറ്റാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുള്ളതാണെന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുള്ളതാണ്. ഞാനും ഈ സമരത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഓരോ ദിവസങ്ങൾ ചെല്ലുന്തോറും ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന ഒരു അഭിപ്രായം ഇവർ പറയും. പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ് ഇതിന് നേതൃത്വം കൊടുത്ത ഈ മാധ്യമങ്ങൾ, TDC ചാനലിനും അതിൻ്റെ പിമ്പിൽ സമരം നയിച്ചിട്ടുള്ള വ്യക്തികൾക്കും ഇതിൻ്റെ അവകാശം, ഈ വിജയത്തിൻ്റെ നേട്ടം അവർ കൊയ്യും എന്നുള്ള ഭയപ്പാട് ഈ പഞ്ചായത്ത് കമ്മിറ്റി, അതായത് ഇവിടുത്തെ ഇടത് വലത് പൊതുജന വിഷയങ്ങളിൽ, അതായത് ഇവിടുത്തെ ഈ രാഷ്ട്രീയ ഈ പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എന്ന് പറയുന്നവർക്കെതിരെ ഒരു ജനകീയ ഒരുമയുണ്ടായാൽ ഈ പറയുന്ന ഇടത് വലത് മുന്നണികൾ, രാഷ്ട്രീയക്കാർ വൈരം മറന്ന് ഒന്നിക്കുന്ന ഒരു പ്രവണത ഈ ഒരു വിഷയത്തിലും ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് ഏതായാലും ഈ വൈകിയ വേളയിലാണെങ്കിലും ഇത് ഇവിടുന്ന് വാരി നീക്കുവാൻ പഞ്ചായത്ത് കമ്മിറ്റി നിർബന്ധിതമായിട്ടാണ് ഈ തന്നെയും വാരി നീക്കിയതിൽ ഈ സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്ത ഈ സമരത്തിന് അവസാന നിമിഷം വരെ, ഞാൻ ജോളി എൻ്റെ സുഹൃത്താണ് ഈ ചാനലിന് നേതൃത്വം കൊടുക്കുന്നത്, അവസാന നിമിഷം വരെ വിടാതെ പിന്തുടർന്ന് ഇവിടുന്ന് അത് വാരി നീക്കുകയായിരുന്നു. ഇതിന് ക്രെഡിറ്റ് പഞ്ചായത്ത് കമ്മിറ്റിയേക്കാൾ ഉപരിയായിട്ട് ഈ മാധ്യമത്തിന് നേതൃത്വം കൊടുക്കുന്ന ജോലിക്കും ഇതിന് സമരത്തിന് രംഗത്തിറങ്ങിയ വ്യക്തികൾക്കും തന്നെ. അതായത് സമ്മർദ്ദം മുറുകിയപ്പോഴാണ് ഇവരിവിടുന്ന് വാരി മാറ്റാൻ തയ്യാറായി. ഇതുപോലെ ടൺ കണക്കിന് മാലിന്യം നാളുകൾ ഇവിടെ കൊണ്ടുപോയി തള്ളിയിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് ജനപ്രതിനിധികൾ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നത് എവിടെ പറയാൻ കൊള്ളാതെ ഇവരറിഞ്ഞുകൊണ്ട് തന്നെയത് ഈ മാലിന്യം ഇവിടെ തള്ളിയത് അറിഞ്ഞില്ല എന്നുള്ളത് ആരുടെ മുമ്പിലും പറഞ്ഞവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഏതായാലും വൈകിയ വേളയിലാണ് എങ്കിലും ഇത് ഇവിടുന്ന് വാരി നീക്കിയ സന്തോഷമുണ്ട്. ഫോർത്ത് എസ്റ്റേറ്റ് 4ാം തൂണ്, അതായത് ജനാധിപത്യത്തിൽ മാധ്യമങ്ങളെ 4ാം തൂണ് എന്ന പേര് തന്നെ അറിയപ്പെടുന്നത്. ഞാൻ ഈ സമരം കേട്ടറിഞ്ഞ ഇത് റിപ്പോർട്ട് ചെയ്യുവാനും സമൂഹ മനസാക്ഷി ഉയർത്തുവാനും ജനകീയ പിന്തുണ നേടുവാനും ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഗീതാദാസും ഇവിടെ എത്തിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് അവരിതറിഞ്ഞ് ഞങ്ങൾക്ക് പിന്തുണയുമായി ഇവിടെ വരികയും ഇത് വളരെ കാര്യക്ഷമമായിട്ട് ആത്മാർത്ഥമായിട്ട് ജനമധ്യത്തിലും അധികാരികളുടെ ഇടയിലും ഈ വിപത്ത്, ഈ ദൂഷ്യവശം എത്തിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. അവർക്കും എൻ്റെ എല്ലാവിധ പിന്തുണയാ പ്രതീകയാണ്. ഇനിയും അവരിൽ നിന്ന് ഇത്തരം ദൂഷ്യവശങ്ങളെ, സാമൂഹിക വിപത്തുകളെ ചൂണ്ടിക്കാണിക്കുവാൻ അവർ രംഗത്ത് വരും എന്നാണ് എൻ്റെ ആഗ്രഹം.